ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തൽക്കാലം അതൊന്നും പ്രാക്ടിക്കൽ അല്ല. വധൂവരന്മാർ ഒന്നിച്ചാണ് അങ്ങോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തൽക്കാലം കളരിക്കിലേക്ക് നീ പോയേ പറ്റൂ. അതെനിക്ക് പറ്റില്ല മാഡം. എന്റെ കർമ്മ. സിത്താരെ, ഇപ്പൊ ഫോണിൽ കണ്ടത് ആ പെൺകുട്ടിയല്ലേ? ഏത് പെൺകുട്ടി? അന്ന് പുടവ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സിത്താരയുടെ വീട്ടിൽ വന്നപ്പോ ഞാൻ ഗാദയെ പോലൊരു കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അതേ പെൺകുട്ടിയായിരുന്നല്ലോ സിത്താരയുടെ ഫോണിൽ ഞാൻ കണ്ടത്. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്റെ മോള് വിവാഹ വേഷത്തില് അവിടെ നവീന്റെ കൂടെ ഇരിക്കല്ലേ, പിന്നെ അവൾ എങ്ങനെ ഈ ഫോണിൽ എന്നോട് സംസാരിക്കാ? അപ്പോ അതാരായിരുന്നു? എന്റെ മോളെ വിഷയം വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സിനെയോ എന്റെ ഫ്രണ്ട്സിനെയോ നിങ്ങൾക്കറിയോ? ഇല്ലല്ലോ. പിന്നെതിനെ ചോദിക്കുന്നേ? എന്തിനിങ്ങനെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നേ? കഷ്ടം. കല്യാണം നടക്കുമ്പോ മാറി നിൽക്കുക, എന്തൊക്കെയോ ഗൗരവത്തിൽ സംസാരിക്കുക, ആ പെണ്ണിനെ കുറിച്ച് സംസാരിക്കുമ്പോ പൊട്ടിത്തെറിക്കുക. എന്റെ മോളെ സിത്താരേ, എന്റെ കണ്ണ് വെട്ടിക്കാൻ നിനക്ക് ഒരുപാട് സമയം പറ്റില്ല. കണ്ടുപിടിക്കും ഞാൻ. ഈ പേഷ്യന്റ് എവിടെ പോയി? ഡോക്ടർ, എന്താ ഡോക്ടർ, ആ പേഷ്യന്റ് തങ്കം മുറിയിലില്ല. അവരിത് എവിടെ പോവാനാ? ആ ബൈസ്റ്റാൻഡേഴ്സോ? അവരെയും കാണുന്നില്ല. അതെങ്ങനെയാ? ടെസ്റ്റുകളൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല. പിന്നെ ഈ വയ്യാത്ത അവസ്ഥയിൽ അവരിത് എങ്ങോട്ട് പോവാനാ? താൻ എത്രയും പെട്ടെന്ന് ആ റിസപ്ഷനിൽ ചെന്ന് വിവരം അറിയിക്കും. ശരി ഡോക്ടർ. തങ്കേച്ചി, എവിടെ പോയതാ നിങ്ങള്? അത് തങ്കത്തിന് കുറച്ച് നടക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ റിസപ്ഷന്റെ ഭാഗം വരെ. താൻ ഡോക്ടറാണോ? ഈ പേഷ്യന്റ് നടക്കാവുന്ന കണ്ടീഷനായെന്ന് തന്നോട് ആരോട് പറഞ്ഞത്? അവർക്ക് കഴിഞ്ഞ ഓപ്പറേഷന്റെ ഗൗരവം എന്താന്ന് തനിക്കറിയോ? ഏത് അവസ്ഥയെന്ന് അവരെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത് തനിക്കറിയോ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തൊരു രോഗി, അവരെ കൊണ്ട് ഈ വിഡിതം മുഴുവൻ കാണിക്കാന്ന് പറഞ്ഞ അല്പമെങ്കിലും സാമാന്യ ബോധം വേണ്ടേ മിസ്റ്റർ? അവർക്ക് നല്ല ക്ഷീണമുണ്ട് ഡോക്ടർ. അതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും കാണിച്ചു കൂട്ടുക, എന്നിട്ട് അബദ്ധം എന്തെങ്കിലും സംഭവിച്ച അത് ഹോസ്പിറ്റലിന്റെ ക്രെഡിബിലിറ്റിക്ക് ദോഷം വരുന്ന രീതിയിൽ മാധ്യമങ്ങളോട് വിളിച്ചു പറയുക. അതാണല്ലോ ഇപ്പോഴത്തെ സ്റ്റൈല്. ഡോക്ടർ, ഞങ്ങൾ നടക്കാൻ പോയതല്ല. എന്റെ മോളുടെ വിവാഹമായിരുന്നു. അത് കാണാൻ പോയതാ ഞാൻ. ചോദിച്ചാലും ഡോക്ടർ അനുവദിക്കില്ലെന്നറിയാം. പക്ഷേ ഡോക്ടർ തുന്നിപ്പിടിപ്പിച്ചു തന്ന ഈ ഹൃദയം ഉണ്ടല്ലോ, അതിനകത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ മോളുടെ കല്യാണം. ഞാനത് കണ്ടു ഡോക്ടർ. എനിക്ക് ഒരു തളർച്ചയില്ല. ഈ പാവങ്ങളെ കുറ്റം പറയണ്ട. സത്യമാണോ അവര് പറഞ്ഞത്? അതെ ഡോക്ടർ. അതെങ്ങനെ അമ്മ അറിയാതെ മകളുടെ വിവാഹം നടക്കുന്നത്? അത് പറയാൻ നിന്ന ഒരുപാടുണ്ട് ഡോക്ടർ.
സാറേ ആ? നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. ഓ എന്നാ നിങ്ങൾ അങ്ങോട്ടിരിക്കേ. ഓക്കെ ഓക്കെ ശരി വാ. അതെന്താ, നമുക്ക് പോകാലോ. ആ അതിന് സാറ് മാത്രം പോരല്ലോ. എവിടെ ഗാഥ മാഡം? താൻ അങ്ങോട്ടേക്ക് നോക്കി. ഏ ഞാൻ അങ്ങോട്ടേക്ക് പോവാത്തതാ. അമ്മയും മകളും പിരിയുന്ന വേദന ചിലപ്പോ കണ്ടു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ശരിയാണ് സാറേ, അവരങ്ങനെ ജീവിച്ചവരല്ലേ. മാഡം മാഡം പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. താലിയും ശാപവും മരണവും എല്ലാം ഞാൻ ഏറ്റുവാങ്ങാം. ഇനി എനിക്ക് പോവണ്ടേ? നമ്മളിപ്പോ പോകുന്ന വഴിക്ക് ഈ വേഷത്തിലെ ഗാഥ ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ എനിക്ക് പകരം ഗാഥ കളരിക്ക് ചെന്നാ മതിയല്ലോ. തൽക്കാലം അതൊന്നും പ്രാക്ടിക്കൽ അല്ല. വധൂവരന്മാർ ഒന്നിച്ചാണ് അങ്ങോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തൽക്കാലം കളരിക്കിലേക്ക് നീ പോയേ പറ്റൂ. അതെനിക്ക് പറ്റില്ല മാഡം. എന്റെ കടമ ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് എനിക്ക് എന്ത് നാശം വന്നാലും അതുമായിട്ട് ഞാൻ മാഡത്തിന്റെ മുന്നിലോട്ട് വരില്ല. ഞാൻ മാഡത്തിന് ബുദ്ധിമുട്ടിക്കില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചേ പറ്റൂ. അതിനുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അത് അംഗീകരിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ വീണ്ടും സങ്കടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇനി എന്താ ഞാൻ ഏറ്റുവാങ്ങേണ്ടത്? എന്റെ കാര്യങ്ങള് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ നീയല്ല, നിന്റെ അമ്മയായിരിക്കും അനുഭവിക്കുക. ഞാൻ പറയുന്നത് കേക്ക്. ഒന്നും സംഭവിക്കാത്ത പോലെ നീ കളരിക്കിലെത്തുന്നു. ഈ വേഷവും ആഭരണങ്ങളും ഒക്കെ അഴിച്ചുവെച്ച് ഒരു സാധാരണ ഡ്രസ്സിൽ നിൽക്കുമ്പോ അതേ ഡ്രസ്സില് ഗാഥയ്ക്ക് അങ്ങോട്ട് വന്നു കയറാൻ എളുപ്പമാ. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. വേണമെങ്കിൽ എല്ലാം നിനക്ക് ഇവിടെ എറിഞ്ഞുടയ്ക്കാം. അല്ലെങ്കിൽ എല്ലാം മംഗളമാവട്ടെ എന്ന് കരുതുകയും ചെയ്യാം. എന്താ വേണ്ടത്? ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എന്റെ അമ്മ അനുഭവിക്കും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇതും എനിക്ക് സമ്മതം. സിത്താരെ, അമ്മയും മോളും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഇറങ്ങാൻ സമയായി. കൃഷ്ണ